ഇന്നൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയാലോ. റവ പൂരിയാണ് ചെയ്യാൻ പോണത്. ഇത് ശരിക്കും രാജസ്ഥാനി സ്പെഷ്യൽ പൂരിയാണ്. നമ്മൾ സാധാരണ റവ പൂരി ചെയ്യുമ്പോൾ റവ മാത്രമേ ചേർക്കാറുള്ളൂ. ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ കൂടുതലുണ്ട്. ആദ്യം നമുക്ക് ഒരു ഇളം ചൂടിലുള്ള 1 കപ്പ് വെള്ളം എടുക്കുക. അതിലേക്ക് 1/4 കപ്പ് റവ, വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. റവയും കൂടെ മിക്സ് ചെയ്ത് നല്ലോണം തവിയോ സ്പൂണോ വെച്ച് ഇളക്കി കൊടുത്ത് ഒരു 10 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. റവ നല്ലോണം സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത്. അല്ലാതെ നമ്മൾ മാവിട്ട് കുഴച്ചതിന് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല, റഫായി പോവും. അപ്പോൾ റവ നല്ല സോഫ്റ്റ് ആയ ശേഷം അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 250 ml കപ്പാണ്. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് 2-3 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് നല്ലോണം കൈ കൊണ്ട് തന്നെ ഉടച്ചെടുത്താണ്. അതും കൂടെ മാവിലേക്ക് മിക്സ് ചെയ്ത് നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ നല്ലോണം സോഫ്റ്റ് ആകുന്നവരെ കുഴച്ചുകൊണ്ടിരിക്കുക. ഇടയിൽ ഇതിൻ്റെ കട്ടയൊന്നും പാടില്ല. ഉരുളക്കിഴങ്ങൊക്കെ ചിലപ്പോൾ നല്ലോണം വേവിക്കാതിരുന്ന അതിൻ്റെ കട്ടയായി കിടക്കും. അപ്പോൾ കട്ടയൊന്നുമില്ലാതെ നമ്മൾ നോർമൽ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുമ്പോൾ തന്നെ എടുക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നോർമൽ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ നല്ല കുറച്ച് പൊടിയൊക്കെ ഇട്ട് പരത്തി കൊടുക്കുക. അപ്പോൾ ഒരുപാട് തിന്നും ഒരുപാട് തിക്കും അല്ലാതെ ഒരു മീഡിയം സൈസിലുള്ളൊരു ഷേപ്പിലാണ് പരത്തിയെടുത്തുള്ളത്. കുറച്ച് തിക്കായിട്ട് പരത്തിയാലും കുഴപ്പമില്ല. ഒരുപാട് തിന്നായിട്ട് പരത്തി കഴിഞ്ഞാൽ ചപ്പാത്തിയുടെ പോലെ ആവും. അപ്പോൾ കാണാനും ഭംഗി ഉണ്ടാവില്ല. പിന്നെ പൂരിയുടെ പൊള്ളി വന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ പൊള്ളി വരണമെങ്കിൽ കുറച്ച് തിക്കായിട്ട് തന്നെ വേണം. നല്ലോണം തിളച്ച എണ്ണയിലിട്ട് ഇതുപോലെ മുകളിലേക്ക് ഓയിൽ ആക്കി കൊടുക്കണം. ഇഷ്ടമുള്ള ഏത് ഓയിലും എടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റവ ചേർത്തതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടും ഉണ്ടാവും. വേവിച്ച പൊട്ടറ്റോ ചേർത്തതുകൊണ്ട് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ടാവും. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഇതിൻ്റെ കൂടെ സാധാരണ നമ്മൾ പൂരിക്ക് പൊട്ടറ്റോ മസാല മാത്രമേ കഴിക്കാറുള്ളൂ. ഇതിൻ്റെ കൂടെ ചന്ന മസാലയും നല്ല സ്പൈസി ആയിട്ടുള്ള കറിയുടെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക.